കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് മുടി വെട്ടിയ ട്രാജഡീനെ പറ്റി. അപ്പോൾ എന്തായാലും ഞാനത് ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇങ്ങനെ ഇരുന്ന മുടി ഞാൻ ഇങ്ങനെ ആക്കി മാറ്റിയ കഥയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് നല്ലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതങ്ങ് നടക്കുന്നിരുന്നവരെ ഡിസംബർ മാസത്തിലാണ്. ഞാനെൻ്റെ ലൈഫിൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തതായിരുന്നു കേട്ടോ, ആരോടും പറയാണ്ട് പോയി മുടി വെട്ടാന്നുള്ളത്. ഒരു പെൺകുട്ടി മുടി വെട്ടാന്ന് വെച്ചാൽ അവളുടെ ലൈഫിൽ കുറേ ചേഞ്ചസുകൾ വരുത്തുകയെന്നും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മോട്ടിവേഷനൊക്കെ സ്വന്തമായിട്ട് കൊടുത്തിട്ട് വീട്ടുകാരോട് പറയാതെ സ്വന്തമായി പോയി ചെയ്യാൻ നോക്കിയിട്ടുള്ള ഒരു അബദ്ധം പറ്റിയ കഥയും കൂടെ കേട്ടോ ഞാൻ പറയുന്നത്. രാവിലെ തന്നെ പാണ്ടക്കെട്ടൊക്കെ എടുത്ത് നമ്മൾ ഓട്ടോയിലൊക്കെ പോയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പോസ്റ്റൊക്കെ അടിക്കേണ്ടി വന്നെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ. അമ്മ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യം സാധിച്ചിട്ട് വേണം വരാനെന്ന്. അങ്ങനെ ഞാൻ എന്താക്കി, കുറച്ച് നേരം അവിടെ പോസ്റ്റൊക്കെ അടിച്ചെങ്കിലും അവസാനം എൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഞാൻ എത്തിയിരുന്നു കേട്ടോ, മുടി വെട്ടുക എന്നുള്ളൊരു ലക്ഷ്യം. അത് മെയിൻ പോയിൻറ്റും കൂടെ ഉണ്ട്, വീട്ടിലൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, പറയാണ്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ എന്തായി, മുടിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നൊക്കെ കോള് വരുന്നുണ്ട്. ഞാനൊരു കള്ളൊക്കെ പറഞ്ഞിട്ടാണ്, കൂട്ടുകാരിനെ കാണാനൊക്കെ പോകുന്നു പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോൾ ചെറിയൊരു പേടി തോന്നി തുടങ്ങി. കാരണം ഇതും വെച്ചിട്ട് ഞാനിനി വീട്ടിലോട്ട് പോകണ്ടേ. സമയം പോകുന്നതോറും എനിക്ക് ഉള്ളിലിങ്ങനെ പേടി തോന്നിയെങ്കിലും ഞാനതൊന്നും കാണിക്കാതെ മൈൻഡൊന്നും ചെയ്യാതെ കൂളായിട്ട് അവിടെ ഇരുന്നിട്ട് എൻ്റെ ഷോ ഞാൻ അവിടെ നടത്തിയിട്ടോ. കാര്യം നമ്മൾ എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും എടുക്കണം, അതാണല്ലോ ലക്ഷ്യം, മുഖ്യം. ലക്ഷ്യമല്ല, മുഖ്യം. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ വെട്ടി എനിക്ക് ഹെയർ കളർ ചെയ്തതിനകത്ത് കുറച്ച് എന്തോ ഒരു പന്തികേട് തോന്നി കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ചെയ്ത കളറല്ലായിരുന്നു, എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തും പോയി ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയിലായപ്പോഴത്തേക്കും എന്തായാലും എൻ്റെ ഡിസിഷൻ പാളി പോകരുത് എന്ന് വെച്ചിട്ട് ഞാൻ അതിന്നൊക്കെ അങ്ങ് മൈൻഡ് സെറ്റാക്കിയിട്ട് ഞാൻ അവിടുന്ന് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഞാനിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയ്ക്ക് വെച്ചിട്ട് മുടി ഉള്ളതാണ് ഇഷ്ടം, അല്ലാണ്ട് മുടി ഇങ്ങനെ വെട്ടി ഷോ ഒന്നും കാണിക്കുന്നത് അവർക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഞാൻ മുടി വെട്ടിയിട്ട് ആദ്യം അച്ഛനെ ഒന്ന് കാണിച്ചിട്ടോ. അച്ഛൻ ആദ്യം മനസ്സിലായിട്ടില്ല, പിന്നീടാണ് ശരിക്കും മനസ്സിലായത്. അപ്പോഴത്തേക്കുള്ള റിയാക്ഷനാണ് ഇത്. കഴുത്തിന്റെ മേലെ വരെ ഇട്ട് വെട്ടിയേക്കുന്നു. അതിപ്പോ അങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? കുളിച്ച് കഴിയുമ്പോൾ നേരെയാവും. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ. ഓ നോക്ക്, പറ. ബട്ടർഫ്ലൈ ഈ തോന്നിയ അപ്പത്തിന് ഞാൻ കൂട്ടിക്കത്തില്ല. മുടി അടിച്ചിട്ടാ എന്തോ മാളെ കാണിക്കുന്നേ. ഇനി ന്യൂ ഇയർ അല്ലേ, ബാക്കി ഇടാൻ എനിക്കിവിടെ നിർവാഹമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെ വധിച്ചില്ല എന്നേ ഉള്ളൂ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് 2 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് ചോറൊന്നും കിട്ടത്തില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരത്തേക്ക് അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതങ്ങ് ഓക്കെ ആയിട്ട് വന്നു. ഇനി എൻ്റെ മുടിയിൽ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തല ഉണ്ടാവില്ല. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. മുടിയുമേ കൈ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ